ഭദ്രകാളിയെ നമ്മൾ പ്രീതിയാക്കുന്നതിന് മുമ്പ് ആദ്യം പ്രത്യക്ഷത്തിലേക്ക് വരുന്ന വേറെ സാധനമുണ്ട്. ഒന്നാമതൊരു രക്ഷയുണ്ട്, ഡാഗിനി ശക്തി എന്ന് പറയുന്ന രക്ഷയുണ്ട്. ഒരു ഭദ്രകാളി ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ടാകുമെന്നാണ് പറയുന്നത്. കീലകം കൊണ്ട് ലോക്ക് ചെയ്താൽ ഈ ബാധ ആ വിഗ്രഹത്തിൽ നിന്ന് പുറത്തിയാടില്ല. രതിബന്ധനം എന്ന് പറയുന്നൊരു കർമ്മയുണ്ട്. ഒരുത്തൻ്റെ സെക്ഷൽ ലൈഫിനെ പോലും ബന്ധിക്കാൻ പറ്റും. ആണിയലല്ല ബാധയുള്ളത്. നമ്മൾ ഈ ബാധയ്ക്ക് ഗുരുതി കൊടുക്കും. ഇതാ ഒരു തൃപ്തിപ്പെടുത്തുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, നിനക്ക് എന്താണ്, നിൻ്റെ ദാഹം എന്താണ്, നിൻ്റെ വിശപ്പ് എന്താണ്, ഇതൊക്കെ ഞാൻ തരുകയാണ്. ഈ സാധകൻ, ഈ മാന്ത്രികൻ തൻ്റെ യോഗശക്തി കൊണ്ട് ബാധയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. എന്നിട്ടും പോകാതെ വരുമ്പോൾ വേറൊരു പദ്ധതിയുണ്ട്, മുഖം കരിച്ചു വിടുക, പേടിപ്പിച്ചു വിടുക. ഇവിടെ വന്നാൽ നിൻ്റെ ഫലം ഇതായിരിക്കും, പക്ഷെ ഇത് പോകുമ്പോൾ ഒരു ശാപം തന്നിട്ടേ പോത്തുള്ളൂ. ഇത് ഏക്കുന്നത് ഈ മന്ത്രവാദിക്കായിരിക്കും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറും ക്ഷേത്രതന്ത്രിയുമായ ശ്രീ അനൂപ് അഗ്നിശർമ്മൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സർ, നമസ്കാരം. നമസ്കാരം. തന്ത്രശാസ്ത്രത്തിലും ആഗമ പരമ്പരയിലും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആവാഹനവും ഉച്ചാടനവും. ഈ ആവാഹനവും ഉച്ചാടനവുമൊക്കെ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെയ്യേണ്ടത്? ആവാഹനം, ഉച്ചാടനം എന്ന് പറയുന്നത് ഷഡ്കർമ്മങ്ങളിൽ പെടുന്ന ചില നിയമങ്ങളിൽ പെടുന്ന ചില വിഷയങ്ങളാണത്. ഇപ്പോൾ ഷഡ്കർമ്മങ്ങൾ എന്ന് പറയുന്നതാണ് ശാന്തികർമ്മം, വശ്യകർമ്മം, ആകർഷണകർമ്മം, ഉച്ചാടനകർമ്മം, സ്തംഭനകർമ്മം, മാരണകർമ്മം. ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്. അതിനകത്ത് നല്ല കർമ്മകാര്യങ്ങളും ദോഷ കർമ്മകാര്യങ്ങളും ഇതിനകത്തുണ്ട്. നല്ല രീതിയിലുള്ള ആവാഹനങ്ങളുമുണ്ട്, ദോഷ രീതിയിലുള്ള ആവാഹന കർമ്മകാര്യങ്ങളുണ്ട്. ഏതാണ്ട് മഹാദേവൻ്റെ ഡമരുവിൽ നിന്ന് ഏതാണ്ട് 4 കോടിയോളം മന്ത്രങ്ങളും മന്ത്രദേവതമാരും ഇവിടെയുണ്ട്. സാത്വിക ദേവതമാരും അല്ലാത്ത ദേവതമാരും. സാത്വിക ദേവതമാരങ്ങനെ ഉപദ്രവകാരികളല്ല, എന്നാൽ കുറച്ച് ആസുരികമാകുന്ന ശക്തികളുള്ള ഗൗരവമൂർത്തികളുള്ള ഗൗരവ സ്വഭാവങ്ങളുള്ള മൂർത്തികളുണ്ട്. ഈ മൂർത്തികളോട് ഇടപെടുന്നത് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഉഗ്രരൂപമുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാൽപ്പായസമാണെങ്കിൽ പോലും അതിനകത്ത് മോശമായ കാര്യങ്ങൾ വീണാൽ അത് ഡേഞ്ചറസ് ആകുമല്ലോ. അപ്പോൾ എന്താണോ നമ്മൾ അവർ പൊതുവേ ശുഭത്വം കൊടുക്കുന്നുണ്ടെങ്കിലും അവർ അത്ര ഉപദ്രവകാരികളല്ല. എന്നാൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ ഭദ്രകാളി എന്ന ദേവി, ഭദ്രകാളി നമുക്ക് നന്മ തരും. പക്ഷേ ഭദ്രകാളിയെ നമ്മൾ എത്തുന്നതിന് മുമ്പ്, അതിന് എത്തിപ്പെടുന്നതിന് മുമ്പ് കുറേ ആൾക്കാരുണ്ട്. ഇവർ ഡേഞ്ചറസാണ്. ഭദ്രകാളിയെ നമ്മൾ പ്രീതിയാക്കുന്നതിന് മുമ്പ് ആദ്യം പ്രത്യക്ഷത്തിലേക്ക് വരുന്ന വേറെ സാധനമുണ്ട്. ഒന്നാമതൊരു രക്ഷയുണ്ട്, ഡാഗിനി ശക്തി എന്ന് പറയുന്ന രക്ഷയുണ്ട്. ആ യക്ഷി ആദ്യമേ വരും. ആ യക്ഷി ആദ്യമേ വന്ന് യക്ഷിക്ക് വേണ്ടുന്ന ഗുരുതർപ്പണാദി കാര്യങ്ങളൊക്കെയും കൊടുത്ത് യക്ഷിയെ അവിടെ പ്രസാദിപ്പിച്ച് തീർത്തെങ്കിൽ മാത്രമേ യക്ഷി എന്ത് ചെയ്യുള്ളൂ, അടുത്ത സ്റ്റേജിലോട്ട് പൊക്കോളൂ, വഴി കാണിച്ചാലുള്ളൂ. ഇതൊരു ലോക്കാണ്. ഇത് ഒരു നിയമമാണ്, ഇതിൻ്റെ രഹസ്യ നിയമമാണ്. ഇത് മാന്ത്രിക കർമ്മങ്ങളിൽ ഗഹനമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ പദ്ധതികൾ അറിയാം. അല്ലാതെ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നോ പഠിക്കുന്നോ എന്നുള്ള അല്ല, ആരെയും കുറ്റമല്ല പറയുന്നത്. ഇത് മാന്ത്രിക കർമ്മങ്ങളിലെ രഹസ്യ നിയമങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ദേവിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആപത്ത് പറ്റിയെന്ന് വരാം. അപ്പം ഈ യക്ഷി യഥാർത്ഥത്തിൽ ഒരു ഭദ്രകാളി ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ടാകുമെന്നാണ് പറയുന്നത്. സാധിക്കും. നല്ലതിനും ഉപയോഗിക്കാം, കെട്ടതിനും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ദേവിക്ക് ഇരുതല മൂർച്ചയുള്ള വാള് ഉള്ള ആളാണ് കാളി എന്ന് പറയുന്നത്. അവിടെയും കൊടുക്കും, ഇവിടെയും കൊടുക്കും. അവിടെയും മുറിയാൻ സാഹചര്യങ്ങളുണ്ട്, ഇവിടെയും മുറിയാൻ സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് ഒരാൾക്ക് ചില, ഇപ്പം യക്ഷിയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ മാന്ത്രികൻ്റെ ചില ആവശ്യങ്ങൾക്കുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും സമീപിച്ചിട്ട് ഒരാൾക്ക് ദോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യക്ഷിയിൽ ഒരാളുടെ ഉപദ്രവത്തിന് വേണ്ടി നിയോഗിച്ച് വിട്ടു.
അപ്പോൾ ആ യക്ഷിയുടെ കർമ്മം എന്താ? ഈ വ്യക്തിയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ സ്തംഭിപ്പിക്കുക. അങ്ങനെ സ്തംഭന യക്ഷി, മാരണയക്ഷി, വിദ്വേഷ യക്ഷി, വശ്യയക്ഷി, ഇങ്ങനെ പല കർമ്മകാര്യങ്ങളുണ്ട്. ഏത് പദ്ധതിയിലൂടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ആരെ വേണമെങ്കിലും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. 6648 മന്ത്രമൂർത്തികളുണ്ട്, 4448 മന്ത്രമൂർത്തികളുമുണ്ട്. ഇത് രണ്ടും സമ്പ്രദായ വ്യത്യാസങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ വലിയ പദ്ധതികളാണ് കാര്യങ്ങൾ. അപ്പോൾ ഏത് മൂർത്തികളെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടോ ആ സ്വാധീനിച്ച മൂർത്തിയെ കൊണ്ട് ഒരു കർമ്മയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണോ നിയോഗിച്ചത് അത് അവിടെ ചെയ്യുക എന്നുള്ളതാണ് ആ എനർജിയുടെ ജോലി. അപ്പോൾ സ്തംഭിപ്പിക്കാനാണ് ആ ബാധയെ വിട്ടത് എങ്കിൽ ആ ബാധയുടെ ജോലി എന്താ? ആ വ്യക്തിയുടെ സ്തംഭിപ്പിക്കുക, തൊഴിലിനെ സ്തംഭിപ്പിക്കുക, കല്യാണത്തെ സ്തംഭിപ്പിക്കുക. ഈ രതിബന്ധനം എന്ന് പറയുന്നൊരു കർമ്മയുണ്ട്. ഒരുത്തൻ്റെ സെക്ഷൽ ലൈഫിനെ പോലും ബന്ധിക്കാൻ പറ്റും. ഫാമിലി ലൈഫ്, ഭാര്യാഭർത്തൃ ബന്ധം നടക്കില്ല, അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ, സാറ്റിസ്ഫാക്ഷൻ ആകാൻ സാധിക്കുന്നില്ല. ഇത് അടുക്കാൻ തുടങ്ങുമ്പോൾ വിഭ്രാന്തി പോലുള്ള അനുഭവങ്ങൾ വരിക. എത്രയോ ആൾക്കാർ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. എൻ്റെ ഇടയ്ക്ക് എത്രയോ ആൾക്കാർ ഈ കേസുകൾ വന്നിട്ടുള്ള. അപ്പം നമ്മളത് രാശി വെച്ച് കവടി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇന്നയാളാണ് വന്നേക്കുന്നത്, ഇന്ന മോഹിനി യക്ഷിയാണ് വശ്യപ്രയോഗമായിട്ട് വന്നേക്കുന്നത്, സ്തംഭന യക്ഷിയാണെങ്കിൽ വന്നേക്കുന്നത്, നമുക്ക് പണി തരാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എനർജികളൊക്കെ നമ്മൾ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യുകയാണോ വേണ്ടത്? പല പദ്ധതികളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ആവാഹനം, ഉച്ചാടനം എന്ന് പറയുന്ന കാര്യം, ഇപ്പം ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു എനർജിയാണ്, ഒരു ശക്തിയുള്ള ഒരു മൂർത്തിയാണത്. ആ മൂർത്തിയെ അടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാട്ടിലും ശക്തിയുള്ള ഒരു ഊർജം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഇങ്ങനെ ഭദ്രകാളിയിൽ നിന്നുള്ള യക്ഷിയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭദ്രകാളി സമ്പ്രദായത്തിലൂടെയുള്ള ഒരു കാര്യത്തെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ശൂലിനി ഹോമം, അല്ലെങ്കിൽ പ്രത്യങ്കര ഹോമം, ഇങ്ങനെയുള്ള ചില ഹോമം, ഒരു വാരാഹി ഹോമം, ഇങ്ങനെയുള്ള ഹോമകാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ എനർജിയെ അവിടെ ബലപ്പെടുത്തി നിർത്തണം. അതിനാണ് ഇത്ര സംഖ്യ ഹോമം കഴിക്കണം, 1008 ഹോമം കഴിക്കണം, 10008 ഹോമം കഴിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ. എന്തിനാ? ഈ എനർജിയെക്കാട്ടിലും മേളിൽ ഇതിനെ നമ്മൾ എത്തിക്കണം, ഈ എനർജിയെ മുന്നിൽ നിർത്തിക്കണം. അതിനുശേഷം ശക്തമാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ഈ വന്ന ബാധ, ആ ബാധയെ നമ്മൾ അതത് ശക്തമായിട്ടുള്ള മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ ആവാഹിക്കണം. അങ്ങനെ ആവാഹിച്ച് ഇതിൻ്റെ ശരീരം കൊടുക്കും. ഇതിനാണ് പ്രതികൃത്ത് എന്ന് പറയുന്നത്, ഒരു വിഗ്രഹം. അത് പല രീതി വരും. അത് വെള്ളി കൊണ്ടുള്ള ലോഹങ്ങൾ വരും, ചിലപ്പോൾ നമ്മൾ അരി കൊണ്ട് വേവിച്ച് അതുകൊണ്ട് നമ്മൾ രൂപം ഉണ്ടാക്കും, തടി കൊണ്ട് പ്രതിമ ഉണ്ടാക്കും. ഇങ്ങനെ പല രീതികളിൽ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്ത്, സാന്നിധ്യം ഗുരു ഗുരു പ്രസീത പ്രസീത, ഇങ്ങനെയുള്ള ചില മന്ത്രകാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ഇതിനെ ബന്ധനം ചെയ്യണം. ദശദിക് ബന്ധന കർമ്മകാര്യങ്ങൾ ചെയ്ത് ബന്ധനം ചെയ്ത് കീലകം കൊണ്ട് ലോക്ക് ചെയ്യണം. കീലകം കൊണ്ട് ലോക്ക് ചെയ്താൽ ഈ ബാധ ആ വിഗ്രഹത്തിൽ നിന്ന് പുറത്തിയാടില്ല. ഊർജം അതിലായി, നമ്മൾ ബന്ധിച്ചു. അതുകൊണ്ടാണ് പണ്ടൊക്കെ ചില തറവാടുകളിലൊക്കെ ഈ ചില മുറികളൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള മുറികളുണ്ടാവും, തുറക്കാൻ പാടില്ല. അവിടെ ഈ താക്കോലിട്ട് പൂട്ടിയിട്ട് ചില പട്ടുകൊണ്ടൊക്കെ കെട്ടിയിട്ട് കറുത്ത ചരടുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടി ഇടും. ഇത് ഈ പറഞ്ഞ കീലക മന്ത്രം കൊണ്ട് ലോക്ക് ചെയ്തിട്ട് ഇടുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ചെയ്താൽ ആ എനർജി പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ നിയമം. എന്ന് ഇത് ക്ഷയം സംഭവിക്കുന്നുവോ പൊട്ടുന്നുവോ അത് പിന്നെയും പുറത്തേടാനായിട്ട് കാര്യങ്ങൾ. അപ്പം ആ ബാധയെ നമ്മൾ ഇത് തല പൊക്കാത്ത ഏതെങ്കിലും സങ്കേതങ്ങൾ, ഇപ്പോൾ ചോറ്റാനിക്കര പോലെയുള്ള ക്ഷേത്രങ്ങൾ, കൊടുങ്ങല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ കൊണ്ട് സമർപ്പിച്ചാൽ ഈ ദേവിയെ ഭയന്ന് ഈ ബാധ പുറത്ത് ചാടാതെ അടങ്ങിക്കൊള്ളും. കാരണം അടക്കിയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്, അടക്കം വെക്കുക, അടക്കിയിരിക്കുക എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളും പദ്ധതികളും ഉണ്ട്. അവിടെ ഇരിക്കും. ചില കാര്യങ്ങൾ ഇതിനെ നദികളിൽ ഒഴുക്കുക, കടലിൽ ഒഴുക്കുക, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. അതുപോലെ ഈ മരങ്ങളിലൊക്കെ ആണി അടിച്ചു വെക്കുന്ന അങ്ങനെയും ചെയ്യുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പം അങ്ങനെയും ചില ആണികൾ, ഇരുമ്പ് ആണികളിൽ, അത് വലിയ ആണികളാണ്. ഇതിലൊക്കെയും ആവാഹിച്ച് യഥാർത്ഥത്തിൽ ആണിയിലല്ല ആവാഹിക്കുന്നത്, മറ്റൊരു വിഗ്രഹത്തിലായിരിക്കും, വേറൊരു സംഭവത്തിലായിരിക്കും ഇത് ആവാഹിക്കുന്നത്. ആവാഹിച്ചിട്ട് ഇതെന്ത് ചെയ്യും? ഒരു മരത്തേലോ
ഇത് വെച്ചിട്ട് ആണി ഇതുകൊണ്ട് അടിക്കുക ചെയ്യുന്നത്. അപ്പം ശിരസിൽ അടിക്കുക എന്നാണ് ഇതിൻ്റെ കർമ്മ വരിക. മൂർധാവിൽ അടിക്കുക എന്നാണ് പറയുന്നത്. ആ മൂർധാവിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ബാധ അവിടുന്ന് പോവില്ല. നാക്ക്, പ്രവൃത്തി ഇതെല്ലാം ബാധയ്ക്ക് സ്തംഭിച്ചു പോകും. അതുകൊണ്ട് മൂർധാവിൽ അടിക്കുക എന്ന് പറയും ഈ ബാധാ സമ്പ്രദായ പദ്ധതിയിൽ. അപ്പോൾ ഒരു പാലയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ പാലയിലൊക്കെ ആണി അടിച്ച് സ്ഥാപിക്കുക. പലപ്പോഴും സിനിമകളിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇത് സമ്പ്രദായങ്ങൾ ഇങ്ങനെ പദ്ധതികൾ ഉള്ളതാണ്. അപ്പോൾ അത് ആണി അടിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ആണിയലല്ല ബാധയുള്ളത്, ഒരു വിഗ്രഹത്തിലാണ് ആണ്. അത് പിൽക്കാലത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം, കാലാവസ്ഥ കൊണ്ടും ഒക്കെ മാറിപ്പോകാൻ സാഹചര്യങ്ങൾ വരാം. പക്ഷേ ആ ഊർജം അവിടെ ഉണ്ടാവും. എപ്രകാരമാണോ ഈ ആണി അവിടെ തറഞ്ഞിരിക്കുന്നത് അത്രയും കാലവും ഈ ആ ഊർജം അതിലുണ്ടാവും. അപ്പം അതാരെങ്കിലുമൊക്കെ പോയി വലിച്ചൂരി കഴിഞ്ഞാൽ എന്താവും, ഈ കീലകം ചെയ്ത കാര്യങ്ങൾ ഉത്കീലനമായി തീരും. ഉത്കീലനം തുറക്കുക, കീലകം ലോക്ക്. അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഉത്കീലനമായി ഈ ലോക്ക് ഓപ്പൺ ആവും, ഈ ബാധ പുറത്ത് ചാടാൻ പറ്റും. ചിലപ്പോൾ ഈ ആളിൽ തന്നെ ബാധ കയറാനോ അല്ലെങ്കിൽ എവിടത്തേക്കാണോ ഈ പദ്ധതി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങോട്ടത്തേക്ക് തന്നെ തിരിച്ചു വരാനും കാരണമായി തീരും. അതിന് ഈ ബാധയെ തന്നെ ഒന്നി സ്തംഭിപ്പിക്കണം, അല്ലെങ്കിൽ ബാധയുടെ പക വീട്ടി വിടണം. പക വീട്ടി വിടുന്നതാണ് ഗുരുതി സമ്പ്രദായങ്ങൾ എന്ന് പറയും. അപ്പം അതിനെന്ത് ചെയ്യണം, ചില കണ്ടിട്ടില്ല ഈ പോളപ്പദമൊക്കെ കൂട്ടി ഇങ്ങനെ കളമൊക്കെ തിരിച്ചിട്ട് അവിടെ പന്തമൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഈ ബാധയിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ബാധയ്ക്ക് ഗുരുതി കൊടുക്കും. ഇതാ ഒരു തൃപ്തിപ്പെടുത്തുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, നിനക്ക് എന്താണ്, നിൻ്റെ ദാഹം എന്താണ്, നിൻ്റെ വിശപ്പ് എന്താണ്, ഇതൊക്കെ ഞാൻ തരുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഞങ്ങളെയും ഈ കുടുംബത്തെയും ഈ വംശത്തെയും മേലാൽ ഉപദ്രവിക്കരുത് എന്ന് ഈ സാധകൻ, ഈ മാന്ത്രികൻ തൻ്റെ യോഗശക്തി കൊണ്ട് ബാധയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. എന്നിട്ട് സത്യം ചെയ്യിപ്പിക്കണം, ഉപദ്രവിക്കില്ല, 3 പ്രാവശ്യം സത്യം ചെയ്യൂ. അത് ആരുടെ പവറാ, ഈ ചെയ്യുന്ന സാധകൻ്റെ പവറാണ്. ആ മാന്ത്രികൻ ആ ബാധ പുറത്തൊരു ഇതുമില്ല, സംസാരമില്ല, ഏതാ മൈൻഡ് തമ്മിലുള്ള സംസാരമാണ്, ഇവിടെ അവിടെ നിന്നുള്ള കണക്ഷൻസാണ്. അപ്പോൾ എന്ന് ചെയ്യിപ്പിക്കണം, ഇനി ഞാനൊരു ഉപദ്രവവും ചെയ്യില്ല എന്ന് വാക്ക് ചെയ്യിപ്പിച്ചിട്ട് ഉദ്ധ്വംസിപ്പിക്കുകയോ ഉച്ചാടിപ്പിക്കുകയോ ചെയ്യണം. നിയമങ്ങളുണ്ട്. ഇപ്പം ചിലപ്പം ഉച്ചാടനത്തിന് ഇപ്പം പറയാം, ഒരു പന്തമൊക്കെ കത്തിച്ച് വെച്ചിട്ട് അത് കുറച്ച് ഒരു തീപ്പന്തം പോലെ എറിയുമ്പോഴേക്കും തെള്ളിപ്പൊടി എറിയാന്ന് പറയും. അത് ഇങ്ങനെ വലിയ തീഗോളമായി അതിങ്ങനെ പോകും. അതിനാണ് ഉച്ചാടന പദ്ധതി എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബാധയെ നമ്മൾ ഉച്ചാടിപ്പിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. നിവർത്തി ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ടും പോകാതെ വരുമ്പോൾ വേറൊരു പദ്ധതിയുണ്ട്, മുഖം കരിച്ചു വിടുക. മുഖം കരിച്ചു വിടുക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ, 2 രീതിയിലുണ്ട്. ഇപ്പോൾ ചിലപ്പം കാണും ഇതിനെ മേളിലോട്ട് എറിഞ്ഞാൽ അത് മേളിൽ തഴി ഉദ്ദേശിച്ചങ്ങ് പോകും. ചിലവർ മുഖം കരിച്ചുകൊണ്ട് ഇതിന് ആദ്യം കീഴോട്ടെറിയും. കീഴോട്ടെറിയുമ്പോൾ ഈ അഗ്നി നേരെ എങ്ങോട്ടാണ് വന്ന് ഭവിക്കുന്ന, ബാധയിലാണ്, ബാധയുടെ ദേഹത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ബാധ പൊള്ളും. എന്നിട്ട് തിരിച്ച് ഉദ്ധ്വംസിപ്പിക്കുക, അതിനെ ഉപദ്രവിച്ച് വിടുക എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരുവൻ്റെ ജീവന് ആപത്ത് വരുന്ന കാലഘട്ടത്തിൽ ഇത് ഒരിക്കലും മാറത്തില്ല എന്നുള്ള പദ്ധതിയിൽ വരുമ്പോൾ ശിക്ഷ കൊടുത്ത് വിടുക എന്ന് പറയുന്നൊരു കാര്യം, പേടിപ്പിച്ച് വിടുക. ഇവിടെ വന്നാൽ നിൻ്റെ ഫലം ഇതായിരിക്കും, പക്ഷെ ഇത് പോകുമ്പോൾ ഒരു ശാപം തന്നിട്ടേ പോത്തുള്ളൂ. ഇത് ഏക്കുന്നത് ഈ മന്ത്രവാദിക്കായിരിക്കും. അതെ. അതുപോലെ ചില വീടുകളിൽ ഇതുപോലെ ബാധ, ഉപദ്രവോ അല്ലെങ്കിൽ ചില നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ അവർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകും, കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ആ സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറുക എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെ ആവാഹനവും ഉച്ചാടനവും ഒക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സാധിക്കുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ അത് പറ്റും. ഇപ്പം ഇതുകൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല ഇതിങ്ങനെ സംഭവിക്കുക. കണ്ടുപിടിക്കണം. ചിലപ്പോൾ സർപ്പ ദുരിതങ്ങളുണ്ടാവും, അല്ല ഭൂമി സംബന്ധമുള്ള പ്രശ്നങ്ങളുണ്ടാവും, വരുത്തുപോക്കുള്ള ഭൂമി ആയിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് വരാം. ബാധ ഉപദ്രവമാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില പൂജകൾ, സുദർശന ഹോമങ്ങൾ, പ്രത്യങ്കര ഹോമം, ശൂന്യ ഹോമം, അഘോര ഹോമം, ശരഭഹോമം, ഇത്തരത്തിലുള്ള ഹോമ സമ്പ്രദായ പദ്ധതികളൊക്കെയും ചെയ്തിട്ട് ഈ ബാധകളെ നമുക്ക് ആവാഹിച്ച് അവിടെ നിന്ന് മാറ്റാനും, സ്ഥലരക്ഷ, വീട് ബന്ധിക്കുക എന്ന് പറയുന്നൊരു ക്രിയയുണ്ട്. അങ്ങനെ ചെയ്ത് ദശദിഗ്ബന്ധനം ചെയ്ത് അരി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജപിച്ച് ഈ വീട്ടിലേക്ക് നമ്മൾ എറിയും. അങ്ങനെ ഒന്നും ആ വീട്ടിൽ പിന്നെ ബാധാപദ്രവം ഉണ്ടാവില്ല. സമ്പ്രദായ പദ്ധതികളുണ്ട്.